സർ, ഈ മിക്ക രോഗങ്ങളും നമ്മൾ കർക്കിടക മാസത്തില് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ലൈക്ക് ഇപ്പം ഈ വാതരോഗങ്ങൾ പോലത്തെ പ്രായമായ ആൾക്കാരിൽ കണ്ടുവരുന്നതാണ്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മഴക്കാലമാകുമ്പോൾ സർക്കുലേഷൻ സ്വാഭാവികമായിട്ട് കുറയുമല്ലോ. ബ്ലഡ് സർക്കുലേഷൻ സ്വാഭാവികമായിട്ട് കുറയുമ്പോൾ വാതരോഗങ്ങളൊക്കെ അധികരിക്കാറുണ്ട്. രോഗങ്ങൾ മാത്രമല്ല, ആസ്മ രോഗങ്ങളൊക്കെ അധികരിക്കാറുണ്ട്. ആസ്മയ്ക്ക് തണുപ്പ് പറ്റുന്ന മാസമല്ല, അതോടൊപ്പം തന്നെ വാതരോഗങ്ങൾക്കും തണുപ്പ് പറ്റുന്ന മാസമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വാതരോഗങ്ങളും അതോടൊപ്പം തന്നെ ആസ്മ രോഗികളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ കേരളത്തിൽ മരണം കൂടുന്ന മാസം എന്ന് പറയുന്നത് കർക്കിടക മാസമാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിടപ്പ് രോഗികളായ ആളുകളും അതോടൊപ്പം തന്നെ പ്രായാധിക്യം ചെന്ന് വാർദ്ധക്യം ബാധിച്ച ആളുകൾക്കൊക്കെ ഈ തണുപ്പ്, ഈ മഴ അതിജീവിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് മരണം കൂടുതലും സംഭവിക്കുന്നത്. നമ്മൾ പഴമക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കർക്കിടകമായി ഇനിയിപ്പോൾ ഒരുപാട് പേര് മരണത്തിന് കീഴടങ്ങുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം, കണക്കെടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ഗുരുതരമായ രോഗം ബാധിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ പ്രായം ചെന്ന് വയസ്സായ, ചിലപ്പോൾ 92, 93 വയസ്സുള്ള ആളുകളുണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, 93 വയസ്സുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവർ ഈ അടുത്ത കാലത്ത് മഴ തുടങ്ങിയ ആ മാസമായപ്പോൾ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇതിനെ അതിജീവിക്കുവാൻ സ്വാഭാവികമായിട്ട് അവർക്ക് കഴിയില്ല. അങ്ങനെയാണ് ഈ മഴക്കാലമാകുമ്പോൾ മരണനിരക്ക് കൂടുന്നതും അതോടൊപ്പം തന്നെ ഈ രോഗങ്ങൾ കൂടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രതിരോധ ശേഷി കുറവായിട്ട് മാറും, സ്വാഭാവികമായിട്ട് മാറും, അതിൽ അതിജീവിക്കാൻ കഴിയാതെ വരും. അതെ 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 അതെ.